ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാവ് ബൺ റെസിപ്പിയാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബണ്ണിനേലും ഒക്കെ വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടർ 1/3 കപ്പ് ചേർക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടണം, അല്ലാണ്ട് ഇങ്ങനെ കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാലും ബട്ടറിൻ്റെ മിക്സ്ചറിന് ഇങ്ങനെ പൊള്ളുന്ന ചൂട് പാടില്ല, എന്നാൽ തണുത്തൊരിക്കാനും പാടില്ല. ഒരു നേരിയ ചൂടിൽ വേണം ഇരിക്കാനായിട്ട്. ഈ ഒരു റെസിപ്പിയിലോട്ട് ടോട്ടൽ 1/3 കപ്പ് ഷുഗറാണ് വേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1/3 കപ്പിൽ നിന്നും 1-2 ടീസ്പൂൺ ഷുഗർ മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചേർക്കാം. പൊള്ളുന്ന ചൂട് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര തണുത്തിരിക്കുന്ന മിക്സ് ആണെങ്കിലും ഈസ്റ്റ് ഇതിലോട്ട് ചേർക്കുമ്പം ആക്ടിവേറ്റ് ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും നേരിയ ചൂടിൽ വേണം ഈ ഒരു മിൽക്ക് ബട്ടർ മിക്സ് വെക്കാനായിട്ട്. 2.25 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഈസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്തിട്ട് നല്ല വാം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള അവൻ്റെ അകത്തോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ നമുക്കൊരു 10 മിനിറ്റ്സ് കവർ ചെയ്ത് വെക്കാം. ഏകദേശം 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ബബിൾ ചെയ്ത് വരും. അപ്പോൾ ഇതുപോലെ ബബിൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ എങ്ങാനും ഇതുപോലെ ബബിൾ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ആ ഈസ്റ്റ് ചിലപ്പം എക്സ്പയർഡ് ആയിട്ടുള്ള ഈസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പാലും ബട്ടറിൻ്റെ മിക്സിന് ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആക്ടിവേറ്റ് ആവാത്ത ഈസ്റ്റ് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 2-3 പ്രാവശ്യമായിട്ട് 4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. 1/3 കപ്പിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണെന്ന്. അപ്പോൾ ഈ ബൺ ഇത്രയും സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചേർക്കുന്നത്. ഇത് എഗ് യോക്കാണ്, അതായത് മുട്ടയുടെ മഞ്ഞ. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 3 കോഴിമുട്ടയുടെ മഞ്ഞ മാത്രമാണ് ചേർക്കുന്നത്. എഗ് വൈറ്റ് നമ്മൾ ചേർക്കണ്ട. ഈ യോക്ക് മാത്രം ചേർത്തുണ്ടാക്കുന്ന ബൺ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതൽ മൈദ ചേർക്കാൻ ഒരു ഫീലിംഗ് വരും കേട്ടോ. പക്ഷേ മാക്സിമം മൈദ എക്സ്ട്രാ ചേർക്കാണ്ട് നോക്കുക. കൂടുതൽ മൈദ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബൺ ഭയങ്കര മുറുക്കമായി പോവുക. അപ്പോൾ അതൊന്നും വേണ്ടി വരില്ല. നമ്മൾ പതുക്കെ കുഴച്ച് ഏകദേശം 10 മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളിതിൽ 3 മുട്ടയുടെ മഞ്ഞ ചേർത്തില്ലേ, അത് നമ്മൾ ഒരു ഫോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇതിനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് റൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡ്രൈ ഔട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് ബൗളിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ മാവ് റൈസ് ചെയ്യാൻ വെക്കുന്നത്, ആ പാത്രത്തിലും ചെറുതായിട്ടൊന്ന് ഒലിവ് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലേ, എത്രമാത്രം സോഫ്റ്റാണ് നമ്മുടെ ഡോ എന്ന്. ഇനി നമുക്കിതിനെ കവർ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള ഓവൻ്റെ അകത്തോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും നല്ല വാം ആയിട്ടുള്ള സ്ഥലത്ത് ഇതിനെ നന്നായിട്ട് റൈസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം 1.25 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും കണ്ടില്ലേ, നല്ല 2 ഇരട്ടി സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ റോള് ചെയ്തതിന് ശേഷം 12 ഈക്വൽ പോർഷൻസ് ആക്കി മുറിച്ചെടുക്കാം. ഓരോ ബൺ റോൾ ചെയ്യുമ്പോഴേക്കും ബാക്കിയുള്ളത് വേണമെങ്കിൽ സ്പീഡ് കുറവാണെങ്കിൽ ഒന്ന് കവർ ചെയ്ത് വെച്ച് റോൾ ചെയ്യണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ പിഞ്ച് ചെയ്ത പോർഷൻ താഴോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ട്രേ നന്നായിട്ട് ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്ത് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പാവ് ബൺ എപ്പോഴും ഇങ്ങനെ ഒട്ടി ഇരിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിലത്തെ റോൾസ് എല്ലാം ഞാൻ ഒട്ടി അതായത് അടുപ്പിച്ചാണ് വെക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പ്രാവശ്യം റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് വാം ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇതുപോലെ 2 ഇരട്ടി സൈസായിട്ട് വരും.
ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാം. അപ്പോൾ അവൻ എപ്പോഴും 190 ഡിഗ്രി സെൽഷ്യസ് 190 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം. അവൻ്റെ മിഡിൽ റാക്കിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബൺ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് സമയം വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരുന്നത്. ഏകദേശം 22 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ബൺ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിൻ്റെ മുകളിൽ ഉടൻ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമാണ് മുകളിലത്തെ ക്രസ്റ്റ് കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്കിത് ചൂടോടുകൂടി തന്നെ അപ്പം തന്നെ നമുക്കിതിനെ മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ലുക്കിലും അതേ സോഫ്റ്റ്നെസ്സിലും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.